ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവയൽ യുക്യാറ്റ് പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശ്വാസവും ശാസ്ത്രവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ എന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. എൻ്റെ വിശ്വാസത്തിന് സഭയുമായി എന്ത് ബന്ധമാണ് ഉള്ളത് എന്നാണ് 24-ാം ഖണ്ഡികയിലെ ചോദ്യം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 166 മുതൽ 169 വരെയും 181-ാം ഖണ്ഡികയിലും ഇങ്ങനെ പറയുന്നു: ആർക്കും ഒറ്റപ്പെട്ട് തന്നെത്താൻ വിശ്വസിക്കാനാവുകയില്ല. ഒറ്റപ്പെട്ട് സ്വശക്തി കൊണ്ട് ജീവിക്കാൻ ആർക്കും കഴിയാത്തതുപോലെ തന്നെ വിശ്വാസം സഭയിൽ നിന്ന് നാം സ്വീകരിക്കുന്നു. നാം നമ്മുടെ വിശ്വാസം പങ്കുവയ്ക്കുന്ന ആളുകളുമായുള്ള കൂട്ടായ്മയിൽ അതനുസരിച്ച് ജീവിക്കുന്നു. ഒരു വ്യക്തിക്കുള്ള ഏറ്റവും വ്യക്തിപരമായ കാര്യമാണ് വിശ്വാസം. എന്നാലും അത് വ്യക്തിപരമായ ഒരു കാര്യമല്ല. വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഞാൻ എന്നും ഞങ്ങൾ എന്നും പറയാൻ കഴിയണം. എന്തെന്നാൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനും പകർന്നു നൽകാനും കഴിയാത്ത വിശ്വാസം യുക്തിരഹിതമായിരിക്കും. വിശ്വസിക്കുന്ന വ്യക്തി സഭയുടെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നതിന് സ്വതന്ത്രമായി സമ്മതം നൽകുന്നു. സഭയിൽ നിന്ന് അയാൾ വിശ്വാസം സ്വീകരിച്ചു. നൂറ്റാണ്ടുകളിലൂടെ വിശ്വാസം കൈമാറുകയും എന്നിട്ട് അയാൾക്കു നൽകുകയും അബദ്ധപൂർണമാക്കലിൽ നിന്ന് അതിനെ സംരക്ഷിക്കുകയും വീണ്ടും വീണ്ടും പ്രകാശിക്കാൻ കാരണമാക്കുകയും ചെയ്തത് സഭയാണ്. അതുകൊണ്ട് വിശ്വസിക്കൽ എന്നത് പൊതുവായ ഒരവബോധത്തിലുള്ള ഭാഗഭാഗിത്വമാണ്. എൻ്റെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസം എന്നെ പിന്താങ്ങുന്നു. സഭ വിശ്വാസത്തിൻ്റെ ഞാൻ എന്നതിനും ഞങ്ങൾ എന്നതിനും ഊന്നൽ നൽകുന്നു. തൻ്റെ ലിറ്റർജികളിൽ 2 വിശ്വാസ പ്രമാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ക്രേദോ എന്ന് തുടങ്ങുന്ന ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണവും ആദിമരൂപത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ക്രെദിമൂസ് എന്ന് തുടങ്ങുന്ന വലിയ നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണവും. ഞാൻ വിശ്വസിക്കുന്നു എന്നർത്ഥമുള്ള ക്രേദോ എന്ന ലത്തീൻ ക്രിയയിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ക്രീഡ് എന്ന വാക്കുണ്ടായത്. മലയാളത്തിൽ വിശ്വസിക്കുന്നേൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണത്തിലെ ആദ്യ വാക്ക് സഭയുടെ വിശ്വാസം ഏറ്റുപറയുന്നതിനുള്ള വിവിധ ഫോർമുലകളുടെ പേരായി തീർന്നു. അതിൽ വിശ്വാസത്തിന്റെ സാരാംശപരമായ ഉള്ളടക്കങ്ങൾ സംഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നത്തെ തിരുവചന ഭാഗം മത്തായി സുവിശേഷം 18:20. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, വിശ്വാസത്തിൽ ഞങ്ങൾക്ക് ജന്മം നൽകിയ തിരുസഭാ മാതാവിൻ്റെ മകനായി മകളായി ജീവിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങളിൽ പാകിയ വിശ്വാസദീപത്തെ നിരന്തരം ഉജ്ജ്വലിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങൾ യാചിക്കുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അങ്ങയുടെ സാന്നിധ്യം ഉണ്ട് എന്ന ഉറപ്പ് ഞങ്ങൾക്ക് ധൈര്യം പകരുന്നു. വിശ്വാസം കൈമാറുവാനും പങ്കുവയ്ക്കുവാനും തിരുസഭയുടെ സംരക്ഷണത്തിനായി നിരന്തരം പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.